السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يلج النار رجلا بكى من خشية الله حتى يعود اللبن في الضرع. റവാഹു അത്തുർമുദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിലെ 2311 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഞാനും നിങ്ങളുമൊക്കെ ഈ ഹദീസിൽ പറയുന്ന ആളുകൾ ആയി മാറേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആ ഉന്നത ശ്രേണിയിലെത്തുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടുന്ന ദറജ കിട്ടാൻ അനിവാര്യമായും വേണ്ട ഒന്നാണ് ഖുശൂ ഉണ്ടാകണം. മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടാകണം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയം ഉണ്ടാകാനും അതുവഴി കണ്ണ് നനയാനും ഖൽബ് പിടയാനും കാരണമായി തീരുന്നത് ഖുശൂ ആണ്. ആ ഖുശൂ ഉണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം നമ്മളുടെ കൂടെ ഉണ്ടാകണം. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാ, ഖുൽതു, ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാ അന്നജാതു, എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം. എൻ്റെ കർമ്മങ്ങളൊന്നും അതിൻ്റെ മതിയായതല്ല. അതോടൊപ്പം തന്നെ അത്തരമൊരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകുമ്പോൾ എനിക്ക് ഇഹലോകത്തും രക്ഷപ്പെടാൻ കഴിയണം. അതിന് പറ്റുന്ന ഒരു ഉപദേശം എന്നെ ഉപദേശിക്കുക. എനിക്കൊന്ന് പാകപ്പെട്ട് ഖുശൂ ഉള്ള മനസ്സിൻ്റെ ഉടമയായി തീരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അദ്ദേഹത്തിന് നൽകിയ ഉപദേശം വബുക്കി, നീ കരയുക എന്നാണ്. കരയാൻ കഴിയാതെ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ ഖൽബിനുള്ളിൽ അള്ളാഹിനെ പറ്റിയുള്ള ഖുശൂ ഉണ്ടാകണം. അപ്പോഴേ കണ്ണിന് നനവുണ്ടാവുകയുള്ളൂ. ആ കണ്ണ് നനയാൻ മാത്രം റബ്ബിനെ പറ്റി ഭയപ്പെടണമെങ്കിൽ ശേഷമുള്ള ഭാഗം നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. എങ്ങനെ കരയണമെന്നാണ് പറഞ്ഞത്? അലാ ഖതീഅതിക, നിന്റെ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ച് നീ കരയണം. പാപങ്ങൾ ആലോചിച്ച് കരയണം. മറ്റെന്തിനേക്കാളും കൂടുതൽ അവനവന്റെ തെറ്റുകളെ കണ്ടെത്തണം. അത് നമ്മെ കരയിപ്പിക്കണം. അതിന് പറ്റുന്ന ആത്മപരിശോധനയും ആത്മവിചാരണയും ഓരോരുത്തരും നടത്തണം. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഈ ഹൃദയം കൊണ്ടോ, അതല്ലെങ്കിൽ നാം നിർവഹിക്കുന്ന ദുആ കൊണ്ടോ, അതല്ലെങ്കിൽ മാനസികമായ നമ്മുടെ വ്യാമോഹങ്ങൾ കൊണ്ടോ ഒന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ദുആകളിൽ ഒന്ന് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അത്യപൂർവമാണ് ഒരേ ശ്രേണിയിൽപ്പെട്ട ആളുകൾ ഒരു ഹദീസ് രേഖപ്പെടുത്തുക. 2-ൽ കൂടുതൽ 3-ൽ കൂടുതലൊക്കെ ആൾക്കാർ. അതിൽ പെടുന്നത് 4 കാര്യങ്ങളെ പറ്റി അള്ളാഹുവിനോട് തേടേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശഅ, പടച്ചോനെ പേടിയില്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമ അല്ലാഹ് നീ എന്നെ ആക്കരുത്. ആരെയും പേടിക്കാനുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. പടച്ചോനുണ്ട്. ആ പിടുത്തത്തിൽ മനുഷ്യൻ ഒതുങ്ങിപ്പോകണം. അതിന് പറ്റുന്നൊരു ഹൃദയം അല്ല എങ്കിൽ അള്ളാഹുവേ, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ദുആഇൻ ലാ യുസ്മഅ, ദുആ ചെയ്തിട്ട് പടച്ചോൻ കേൾക്കുന്നില്ല. അങ്ങനെ അള്ളാഹു കേൾക്കാത്ത, പരിഗണിക്കാത്ത, ഇജാബത്ത് കിട്ടാത്ത ഒരു ദുആ നടത്തുന്നവനായി, വെറുതെ ഒരു ദുആയിക്കാരനായി മാറാൻ അള്ളാഹുവേ നീ എന്നെ അനുവദിക്കരുത്. എൻ്റെ ദുആഇന് ഉത്തരം കിട്ടണം. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര എന്ത് കിട്ടിയാലും മനസ്സിന് തൃപ്തി ഉണ്ടല്ലോ, അത് കിട്ടാത്ത ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കരുത്. പായാരം പറയുന്ന ആൾക്കാരെ ഇല്ല, അല്ല എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും മാത്രം വായിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പരിണിത ഫലവും അത് തന്നെയായിരിക്കും. അള്ളാഹ് ഒന്നും കൊടുത്തില്ല എന്ന് തോന്നൽ മനസ്സിൽ കയറി വന്നാൽ പിന്നെ എന്ത് കിട്ടിയാലും ധന്യത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ട് പടച്ചോനെ അങ്ങനത്തെ ഒരു മനസ്സ് നീ എനിക്ക് തരരുത്. എന്ത് കിട്ടിയാലും അതിൽ നന്ദി കാണിക്കുന്ന, ഇഷ്ടം ഉണ്ടാകുന്ന, താല്പര്യമുണ്ടാകുന്ന, സംതൃപ്തി ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഉടമ നീ എന്നെ ആക്കണം.
വമിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്രദമല്ലാത്ത ഒരു വിജ്ഞാനവും അറിവും നീ എനിക്ക് തരരുത് റബ്ബേ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ദുആ എങ്ങാനും ഹാസിലായാൽ ഖുശൂ കടന്നു വരും. ആ ഖുശൂ എങ്ങാനും കടന്നു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യലിജുന്നാറ റജുലൻ, ഒരു മനുഷ്യൻ അയാൾ നരകത്തിൽ കടക്കുകയില്ല. ആ കൂട്ടത്തിൽ ഞാനുണ്ടാകണം, നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാവണം ആ മനുഷ്യനായി തീരാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ അയാളുടെ പ്രത്യേകത? ബക്ക, അയാൾക്ക് അരയുന്ന ആളാ. മിൻ ഖശിയത്തില്ലാഹി, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഖുശൂ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട്. എന്നിട്ട് റസൂൽ പറയും ഒരു നിബന്ധന കൂടി വെച്ചു. ഏതുവരെ? ഹത്താ യഊദൽ ലബനു ഫിൽ ദർഇ, കറന്നെടുത്ത പശുവിന്റെയോ മൃഗത്തിന്റെയോ ഒക്കെ അകടിൽ നിന്ന് കറന്ന് പാത്രത്തിലേക്ക് എടുത്തൊരു പാല് തിരിച്ച് അതിന്റെ അകടിലേക്ക് ചെല്ലാത്തൊരു കാലത്തോളം ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുന്നത് അസംഭവ്യമാണ് എന്നർത്ഥം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയപ്പാടുന്നൊരു ഹൃദയത്തിന്റെ ഉടമയ്ക്ക് നരകത്തിൽ പോകേണ്ടി വരിക എന്ന ഗതികേട് അസംഭവ്യമാണ്, സംഭവിക്കില്ല. തീർച്ചയായും അവനവന്റെ കണ്ണീരിന്റെ കോണുകൾ നനഞ്ഞാൽ റബ്ബിനെ പറ്റി ഭയപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് അതിന്റെ മറുവശം കൂടി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു മഹാഭാഗ്യത്തിന്റെ ഉടമകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സമാധാനിപ്പിക്കുന്ന രൂപത്തിൽ അവനെ ഭയപ്പെടുന്ന അടിമകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും രക്ഷപ്പെടുത്തി അള്ളാഹു നാളെ വിജയം വരിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും അവ മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും ഖുശൂഉം തഖ്വയുമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.